ഇസ്രായേലിലും പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ശക്തമാണ്. നെതന്യാഹുവുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന് മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയൊരുക്കിയത്. ബന്ദിമോചനം വൈകുന്നതിൽ ഇസ്രായേലിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. അതിനിടയിൽ നെതന്യാഹുവിന് കൂടുതൽ കുരുക്കുമുറുകുകയാണ്. രാജ്യാന്തര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും മുൻ പ്രതിരോധ മന്ത്രിക്കും ഹമാസ് സൈനിക കമാൻഡർക്കും അറസ്റ്റ് വാറണ്ട് അയച്ചു. ഇസ്രായേലിൻ്റെ വാദങ്ങൾ തള്ളിക്കളഞ്ഞാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, യോവ് ഗാലന്റ് എന്നിവർക്ക് വാറണ്ട് അയച്ചത്. ഹമാസ് മിലിറ്ററി കമാൻഡർ മുഹമ്മദ് ദെയ്ഫിനും വാറണ്ട് അയച്ചു. മുഹമ്മദ് ദെയ്ഫ് ജൂലൈയിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നത്. ഇസ്രായേലും ഹമാസുമായുള്ള യുദ്ധത്തിലെ യുദ്ധക്കുറ്റങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും പേരിലാണ് വാറണ്ട്. 3 പേർക്കും ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തമുണ്ടെന്നും അത് വ്യക്തമാക്കുന്ന സാഹചര്യങ്ങളുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ഇസ്രായേലും ഹമാസും അതിനിടെ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. മെയ് മാസത്തിലാണ് ICC പ്രോസിക്യൂട്ടർ കരീം ഖാൻ നെതന്യാഹുവിനും ഗാലന്റിനും ദെയ്ഫിനും 2 ഹമാസ് നേതാക്കൾക്കുമെതിരെ വാറണ്ട് അയക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതിൽ ഹമാസ് നേതാക്കളായ ഇസ്മയിൽ ഹനിയയും യഹിയ സിൻവറും കൊല്ലപ്പെട്ടിരുന്നു. ദെയ്ഫും കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത്. 2023 ഒക്ടോബർ 7 അക്രമ സംഭവങ്ങളിലാണ് കേസ് നടക്കുന്നത്. ഹമാസ് തെക്കൻ ഇസ്രായേലിൽ ആക്രമണം നടത്തി 1200 പേരെ കൊലപ്പെടുത്തിയിരുന്നു. 251 പേരെ ബന്ദികളാക്കി. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗസയിൽ 44,000 പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. ജനങ്ങളെ ബന്ദികളാക്കി ഉപദ്രവിക്കുക, ബലാത്സംഗം, തടവിൽ പാർപ്പിക്കുക, കൊലപാതകം എന്നിവയാണ് ഹമാസിനെതിരെ പ്രോസിക്യൂട്ടർ ആരോപിക്കുന്ന കുറ്റങ്ങൾ. ജനവാസ മേഖലയിൽ ആക്രമണം നടത്തി നിരവധി പേരെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേലിന് നേരെ ആരോപിക്കുന്ന കുറ്റം. ഗസയിൽ ശക്തമായ ആക്രമണം തുടരുമ്പോൾ ഇസ്രായേലിനോട് സ്വരം കടുപ്പിച്ചിരിക്കുകയാണ് ഹമാസ്. ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടികൂടിയ ബന്ദികളുടെ മോചനവും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. അതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കി ഹമാസ് രംഗത്തു വന്നത്. ആദ്യം യുദ്ധം അവസാനിപ്പിക്കൂ, പിന്നീട് ചർച്ചയാകാമെന്ന ശക്തമായ നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ബന്ദികളെ കൈമാറ്റം ചെയ്യില്ലെന്നാണ് ഹമാസിൻ്റെ ആക്ടിംഗ് ഗസ മേധാവി ഖലീൽ അൽ ഹയ പറഞ്ഞത്. ഹയ ഗ്രൂപ്പിൻ്റെ അൽ അഖ്സ ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഖലീൽ അൽ ഹയ്യ നിലപാട് വ്യക്തമാക്കിയത്. യുദ്ധം നിർത്താതെ തടവുകാരുടെ കൈമാറൽ നടക്കില്ല. ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്തിനാണ് തടവുകാരെ തിരിച്ചയക്കുന്നതെന്നും ഖലീൽ അൽ ഹയ്യ ചോദിക്കുന്നു. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ്. ഇതോടെ വെടിനിർത്തലും ബന്ദികളുടെ മോചനവും അനിശ്ചിതത്വത്തിലായി. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയാലേ യുദ്ധം നിർത്തൂ എന്നാണ് നെതന്യാഹുവിൻ്റെ പിടിവാശി. 251 പേരെയാണ് ഇസ്രായേലിൽ നിന്നും ഹമാസ് ഗസയിലേക്ക് കൊണ്ടുപോയി ബന്ദികളാക്കിയത്. ഇതിൽ 97 പേർ ഇപ്പോഴും ഗസയിൽ തുടരുകയാണ്. ബന്ദികളെ മോചിപ്പിക്കാൻ സഹായിക്കുന്നവർക്ക് വൻ പാരിതോഷികമാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓരോ ബന്ദിക്കും $50 ലക്ഷം വീതം നൽകുമെന്നാണ് നെതന്യാഹുവിൻ്റെ വാഗ്ദാനം. അതിനിടയിൽ ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN പ്രമേയം US വീറ്റോ ചെയ്തു. ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണ് പ്രമേയമെന്ന് ആരോപിച്ചായിരുന്നു US-ൻ്റെ നടപടി. വെടിനിർത്തലിൻ്റെ ഭാഗമായി ഇസ്രായേൽ ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയത്തെ മാത്രമേ അമേരിക്ക പിന്തുണയ്ക്കുകയുള്ളൂ എന്ന നിലപാടാണ് ആ രാജ്യത്തിനുള്ളത്.